UDFിന്റെ ഉറച്ച കോട്ടയായിരുന്ന ആറന്മുളയിൽ വീണ ജോർജിനോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങേണ്ടി വന്നതോടെയാണ് ശിവദാസൻ നായർ വീണ്ടും ഗൗണിട്ട് കോടതിയിൽ പോകാൻ തീരുമാനിച്ചത്. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയായിരുന്നു ശിവദാസൻ നായർ അഭിഭാഷക ജോലി താൽക്കാലികമായി ഉപേക്ഷിച്ചത്. നിയമസഭയിലേക്കുള്ള മൂന്നാം അംഗത്തിൽ തോൽവി നേരിട്ടതോടെ പഴയ തട്ടകത്തിലേക്ക് മടക്കം. വക്കീൽ പണിയിൽ സജീവമായാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുറവൊന്നും ഉണ്ടാകില്ലെന്നാണ് ശിവദാസൻ നായരുടെ പ്രതികരണം. സജീവമായ പൊതുപ്രവർത്തനം ഉണ്ടാകും, രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകും, അത് മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ മുമ്പ് ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിലും വളരെ സീരിയസ് ആയി പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അതിനകത്ത് 100% ആത്മാർത്ഥതയോടുകൂടി പ്രൊഫഷനെ ഞാൻ കാണും. നേരത്തെ ഫിലിപ്പോസ് തോമസിനൊപ്പമായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഫിലിപ്പോസ് തോമസ് ഇടയ്ക്ക് പാളയം മാറി CPMലെത്തിയെങ്കിലും തൊഴിൽ രംഗത്തെ സൗഹൃദം തുടരും. ഇരുവരും ചേർന്ന് നടത്തിയിരുന്ന ഓഫീസിൽ ഇനി ശിവദാസൻ നായരും ഉണ്ടാകും. നിയമപുസ്തകമൊക്കെ മറിച്ചു നോക്കിയിട്ട് നാളു കുറച്ചായെങ്കിലും രണ്ടാം വരവ് കിടക്കുമെന്നാണ് ശിവദാസൻ നായരുടെ പക്ഷം. എവിടെയും ശക്തനായ പോരാളി എന്നുള്ള ആ ഒരു ഇത് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോരാട്ടത്തിലും ഒരു സിൻസിയറിറ്റി വേണം. ഞാൻ ആ സിൻസിയറിറ്റി വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോ ദേവസ്യ, മീഡിയ 1.